ഹലോ ഗൈസ്, വെൽക്കം ടു ദി ക്ലാസ്. സോ നമ്മൾ ഇന്ന് നോക്കുന്ന ആനുവൽ കിൻഡം പാർട്ട് 4 വീഡിയോ ആണ്. അതായത് നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ബേസിക്സ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പാർട്ട് 4ൽ നമ്മൾ ആദ്യം നോക്കുന്ന ഫൈലം പോറിഫെറ. സോ നമുക്ക് ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആക്കി എടുക്കണം. സോ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളാക്കി നമുക്ക് പഠിച്ചെടുക്കണം. എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത് ബേസിക്സ് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാം. നമ്മുടെ ക്ലാസ്സൊക്കെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പോറിഫെറ. സോ പോറിഫെറയെ നമ്മൾ എന്ത് വിളിക്കും? വേറൊരു പേരും കൊണ്ട് അവർക്ക് നമ്മൾ സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നുണ്ട്. പോറിഫെറ അല്ലെങ്കിൽ സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത്. ഈ എന്തുകൊണ്ടാണ് അവരെ സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത് അറിയോ? ഇവരുടെ ബോഡി നിറച്ചും പോസ് ആണ്. ബോഡി ഫുൾ ഓഫ് പോസ് ആണ്. ഓക്കെ, ഈ പോസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ദ്വാരം അല്ലെങ്കിൽ ഓപ്പണിംഗ് എന്നൊരർത്ഥം. ഓക്കെ, സോ ഇവരുടെ ബോഡി നിറച്ചു എന്താ പോസ് ആണ്. ഈ പോസ് ഉള്ളതിനെ കൊണ്ട് ഇവരെന്ത് അപ്പിയറൻസ് ആയിരിക്കും? ഇവരൊരു സ്പോഞ്ചി അപ്പിയറൻസ് ആയിരിക്കും. ബോഡിയിൽ നിറച്ചും ദ്വാരമുള്ളത് കൊണ്ട് ഇവർക്കൊരു സ്പോഞ്ചി അപ്പിയറൻസ് ആയിരിക്കും. ബോഡി ഫുള്ള് പോസ് ആയതുകൊണ്ട് ഇവർക്ക് എന്ത് അപ്പിയറൻസ് ആയിരിക്കാം? സ്പോഞ്ചി അപ്പിയറൻസ്. ദേ അപ്പിയർ ലൈക്ക് സ്പോഞ്ച്. ഈ സ്പോഞ്ചി അപ്പിയറൻസ് ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്പോഞ്ചി അപ്പിയറൻസ് ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത്. സോ പോറിഫെറയുടെ ബോഡി നിറച്ച് എന്താ ഉള്ളത്? പോസ് ആണ്. പോർ എന്ന് പറഞ്ഞാൽ എന്താ? ദ്വാരം അല്ലെങ്കിൽ ഓപ്പണിംഗ്. ഈ പോസ് ഒരുപാട് പോസ് ഉള്ളതിനെ കൊണ്ട് അവർ സ്പോഞ്ചി അപ്പിയറൻസ് ആയിരിക്കും അവരുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ അവർ എന്ത് വിളിക്കുന്നത്? സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇവർ നമ്മൾ മോസ്റ്റ് പ്രിമിറ്റീവ് ആനിമൽസ് എന്നാണ് വിളിക്കുന്നത്. മോസ്റ്റ് പ്രിമിറ്റീവ് ആനിമൽസ്. സോ എന്താണ് ഈ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ? പഴയ, ഏറ്റവും പഴയ ആനിമൽസ് ആണ് ഇവർ. ഓക്കെ, സോ നമ്മൾ ഇവരുടെ ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവർക്ക് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇവർക്ക് സെൽസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇവർക്ക് ഉണ്ടാവത്തുള്ളൂ. ടിഷ്യൂസോ ഓർഗനോ കാര്യങ്ങളോ ഒന്നും ആർക്കും ഉണ്ടാവില്ല. നമ്മുടെ സെല്ലുലാർ ലെവലിന് ഉണ്ടാവത്തില്ല. ഓക്കെ, ഇവരുടെ ബോഡി എന്താണ്? ഇവരുടെ ബോഡി എസിമെട്രിക് ആണ്. എന്താണ് ഈ എസിമെട്രിക് എന്ന് പറഞ്ഞാല്? നമ്മൾ സെൻട്രലിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? ഈക്വൽ ഹാഫ് കിട്ടത്തില്ല. സെൻട്രലിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലെയിൻ എടുത്താൽ ഏത് ഡയറക്ഷൻ എടുത്താലും നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈക്വൽ ഹാഫ് കിട്ടത്തില്ല. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ എസിമെട്രിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇവർ ഏത് ഹാബിറ്റാറ്റിലാണ് കാണാനറിയും? ഇവരുടെ ഹാബിറ്റാറ്റ് എക്വാട്ടിക് ആണ്. നമുക്ക് ഇവരെ എക്വാട്ടിക് ഹാബിറ്റാറ്റിലാണ് ഇവർ നമുക്ക് കാണാൻ പറ്റുക. ഈ എക്വാട്ടിക്കില് മോസ്റ്റ്ലി ഇവരെന്താണ്? മെറൈൻ ആൾക്കാരാണ്. പോറിഫെറ എന്താ? മോസ്റ്റ്ലി മെറൈൻ. നമുക്ക് ഓഷ്യനിലും അതേപോലെ തന്നെ കടലിലും കാണാൻ കഴിയുന്നുണ്ട്. ഓഷ്യൻ ആൻഡ് സീ. സോ പോറിഫെറ എന്താണ്? എന്ത് ഹാബിറ്റാറ്റ് ആണ്? എക്വാട്ടിക് ഹാബിറ്റാറ്റ് ആണ്. അതേപോലെ തന്നെ മെറൈൻ ആൾക്കാരാണ് അധിക പേരും. നമുക്ക് ഓഷ്യനിലും സീയിലും ഇവരെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഹൗ ഡു ദേ ഈറ്റ്? സോ ഇവർ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവരെ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്താൽ. ഓക്കെ, ഇതൊരു പോറിഫെറ ആണ് കൺസിഡർ ചെയ്യുക. ഞാൻ വരച്ച് നോക്കണ്ട, ഇതൊരു പോറിഫെറ ആണ് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് ഓപ്പണിങ്സ് കാണും അല്ലെ? ഈ ഓപ്പണിങ്സിന് വിളിക്കുന്ന പേരെന്താണ്? ഓസ്റ്റിയ. ഓക്കെ, ഈ ഓപ്പണിങ്ങിന് വിളിക്കുന്ന പേരെന്താണ്? ഓസ്റ്റിയ. ഈ ഓസ്റ്റിയ വഴിയാണ് എന്ത് കയറുക? ഫുഡ് അവരുടെ ബോഡിയിലേക്ക് കയറുന്നത്. ഫുഡ് എൻ്റർ ചെയ്യുന്ന പാത്തുകയാണ് എന്ത്? ഓസ്റ്റിയ. ഓക്കെ, ഇതാണ് എന്ത്? അവരുടെ സ്പോഞ്ചോസീൽ. ഓക്കെ, എന്താണ് ഈ സ്പോഞ്ചോസീൽ? സീൽ എന്ന് പറഞ്ഞാൽ സീലോം. സീലോം എന്താ? ബോഡി ക്യാവിറ്റി. എന്താണ്? ബോഡി ക്യാവിറ്റി. സോ ഇതാണ് അവരുടെ ബോഡി ക്യാവിറ്റി. ഇനി നമുക്ക് ഇങ്ങനൊരു ഓപ്പണിംഗ് ഇവിടെ കാണാം. വലിയൊരു ഓപ്പണിംഗ്. ആ ഓപ്പണിങ്ങിന് വിളിക്കുന്ന പേരെന്താണ്? ഓസ്കുലം. എന്താണ്? ഓസ്കുലം. ഈ ഓസ്കുലം വഴിയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ എക്സിറ്റ് ആവുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണോ? ഇവര് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഓസ്റ്റിയ വഴിയാണ് ഇവരുടെ ഫുഡ് ശരീരത്തിലേക്ക് കയറുന്നത്. അത് എന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഇവരുടെ ബോഡി ക്യാവിറ്റി. ആ ബോഡി ക്യാവിറ്റിന്റെ പേരെന്താ? സ്പോഞ്ചോസിൽ. എന്നിട്ട് അവർ ബാക്കി ഫുഡൊക്കെ ഡൈജസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ട് ബാക്കിയുള്ള വേസ്റ്റ് ആയ മെറ്റീരിയൽസ് ഒക്കെ
ഓസ്കുലം വഴിയാണ് പുറത്തു പോകുന്നത്. ക്ലിയർ ആണോ? സോ ഇനി നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയ സിസ്റ്റം പഠിക്കുന്നുണ്ട്, അതാണ് വാട്ടർ കനാൽ സിസ്റ്റം. എന്താണ് വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയും. വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ എന്താണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഈ വാട്ടർ കനാൽ സിസ്റ്റം ആണ് ഇവർ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? എന്തിനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നത്? ഡൈജഷൻ നടക്കാൻ അതേപോലെ തന്നെ റെസ്പിറേഷൻ നടക്കാനൊക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇതിൽ വാട്ടർ പോകുന്ന ഇതിലൂടെ അറിയോ? വാട്ടർ ഗോസ് ത്രൂ ഓസ്റ്റിയ, വാട്ടർ ഗോസ് ത്രൂ ostia, then into spongocy, then into spongo and flows out through osculum. Okay, so ഫുഡ് എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്ടറും ഫുഡൊക്കെ എൻ്റർ ചെയ്യുന്നത് ഏത് വഴി കൂടിയാ? നമ്മുടെ അങ്ങനെ സ്പോഞ്ചസിൽ കൂടെ പോയിട്ട് ബാക്കിയുള്ള വേസ്റ്റ് ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത്? പുറത്തേക്ക് പോയിട്ട് ഏത് വഴിയാണ് പോകുന്നത്? ഓസ്കുലം വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. സോ ഇതാണ് എന്ത്? വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇവർ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഡൈജഷൻ, റെസ്പിറേഷൻ, അതേപോലെ തന്നെ ഇവര് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷന് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഇവരുടെ ഡൈജഷൻ നോക്കുന്ന സമയത്ത് ഇവരുടെ ഡൈജഷൻ എന്താണെന്നറിയോ? ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ ആണ്. ഇൻട്രാ സെല്ലുലാർ. എന്താണ് ഈ ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ? ഇൻസൈഡ് ദി സെൽ, ഇൻസൈഡ് ദി സെൽ. ഇവരുടെ ഡൈജഷൻ നടക്കുന്നത് സെല്ലിന്റെ അകത്ത് വെച്ചിട്ടാണ്. നമ്മുടെ പോറിഫെറേന്റെ ഡൈജഷൻ നടക്കുന്നത് സെല്ലിന്റെ അകത്ത് വെച്ചിട്ടാണ്. ക്ലിയർ ആണോ? നമ്മൾ ഇവരുടെ ബോഡി വാൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, പോറിഫെറേന്റെ ബോഡി വാള് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാനറിയോ? നമുക്ക് ഒരുപാട് സെൽസ് ഒക്കെ കാണാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? സോ ഇതാണ് എന്ത്? ഓസ്റ്റിയ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സാധനം കാണാം അല്ലേ? ഇതിന്റെ പേരാണ് എന്ത്? സ്പൈക്യൂൾസ്. എന്താണ്? സ്പൈക്യൂൾസ്. ഈ സ്പൈക്യൂൾസ് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് അറിയോ? മെയ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ആൻഡ് സിലിക്ക. സിലിക്കേനെ കൊണ്ടും കാൽഷ്യം കാർബണേറ്റിനെ കൊണ്ടാണ് എന്തുണ്ടാക്കിയത്? നമ്മുടെ സ്പൈക്യൂൾസ് ഉണ്ടാക്കിയത്. സോ ഈ ബോഡി വാളിന് റിജിഡിറ്റിയും അതേപോലെ തന്നെ ഹാർഡ്നെസ്സും നൽകുന്നത് ആരാണ്? നമ്മുടെ സ്പൈക്യൂൾസ് ആണ്. സ്പൈക്യൂൾസ് ആണ് എന്ത് നൽകുന്നത്? റിജിഡിറ്റിയും അതേപോലെ തന്നെ ഹാർഡ്നെസ് ഒക്കെ നൽകുന്നത്. ആർക്ക് നൽകുന്നത്? ബോഡി വാളിന്. ഓക്കെ, സോ നമ്മുടെ ബോഡി വാളിന് റിജിഡിറ്റിയും ഹാർഡ്നെസ് ഒക്കെ നൽകുന്നത് ആരാണ്? നമ്മുടെ സ്പൈക്യൂൾസ്. ആ സ്പൈക്യൂൾ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്? കാൽഷ്യം കാർബണേറ്റിനെ കൊണ്ടും സിലിക്കേനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇവിടെ ഒരാളെ കാണാം. ഇയാളുടെ പേരെന്താണെന്നറിയോ? ഇയാളുടെ പേരാണ് എന്ത്? കുവാനോസൈറ്റ്സ്. ഓക്കെ, കുവാനോസൈറ്റ്സ്. ഈ കുവാനോസൈറ്റ്സിന് വേറൊരു പേരും കൂടെ ഉണ്ട്. അതാണ് എന്ത്? കുവനോ എന്ന് പറഞ്ഞാൽ കോളർ എന്നാണ്. കോളർ, സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സെൽസ്. ഈ കുവാനോസൈറ്റ്സിന്റെ വേറെ പേരാണ് എന്ത്? കോളർ സെൽസ്. ഈ കോളർ സെൽസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അറിയോ? ഈ കോളർ സെൽസ് ഹെൽപ്പ് ചെയ്യുന്നത് ഫിൽട്രേഷൻ. ഓക്കെ, എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഫിൽട്രേഷൻ. ആക്ച്വലി എന്താണ് ഇവിടെ ഇവർ ഫിൽട്ടർ ചെയ്യുന്നത്? നമുക്കറിയാം പോറിഫെറ എവിടെയാണ് കാണുന്നത്? മെറൈൻ, അതായത് വെള്ളത്തിലാണ്. അപ്പൊ ഇവർ ഈ ഫുൾ ടൈം വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ വെള്ളം കൂടെ ഇവരുടെ ശരീരത്തിലേക്ക് കയറൂലേ? സോ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇവര് ഫിൽട്ടർ ചെയ്യുന്നത്. സോ ആവശ്യമുള്ള സാധനത്തിന് മാത്രം അകത്തോട്ട് കയറ്റി വിടുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ കുവനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ്. സോ ഇവർ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നു? ഫിൽട്രേഷന് വേണ്ടിയിട്ട്. നമുക്ക് ഇവരുടെ ബാക്കിൽ ഒരു സാധനം കാണും അല്ലേ? ഒരു ചുവപ്പ് കളർ. സോ അതെന്താണെന്നറിയോ? അതാണ് എന്ത്? ഫ്ലജല്ല. എന്താണ്? ഫ്ലജല്ല. ഈ ഫ്ലജല്ലയാണ് വാട്ടർ ഒക്കെ എൻ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. വാട്ടർ എൻ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഫ്ലജല്ലയാണ്. സോ ക്ലിയർ ആണോ? ഇതാണ് എന്ത്? നമ്മുടെ സ്പൈക്യൂൾസ്. ഇതാണ് എന്ത്? സ്പൈക്യൂൾസ്. ഇതാണ് ഓസ്റ്റിയ. ഇതാണ് എന്ത്? നമ്മുടെ കുവനോസെൽസ് അല്ലെങ്കിൽ കോളർ സെൽസ്. ഈ ചുവപ്പ് കളറിലുള്ള സാധനമാണ് എന്ത്? നമ്മുടെ ഫ്ലജല്ല. ഇവിടെ ഞാൻ ജസ്റ്റ് കളറ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് കളർ മാറ്റിയത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇവരുടെ റീപ്രൊഡക്ഷൻ നോക്കാം. പോറിഫെറേന്റെ റീപ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, റീപ്രൊഡക്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ടൈപ്പ് കാണാം. ഒന്ന് എസെക്ഷലും അതേപോലെ തന്നെ സെക്ഷലും കാണാം. ഈ എസെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഓരോ ഫ്രാഗ്മെന്റിനും പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. ഇനി നമുക്ക് അടുത്താണ്
സെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗാമേറ്റ്സിന്റെ ഫോർമേഷൻ വഴിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗാമേറ്റ് ഫോർമേഷൻ വഴിയാണ്. ഗാമേറ്റ് ഫോർമേഷൻ വഴി. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ ഇവരുടെ സെക്സ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവര് ഹെർമാഫ്രോഡൈറ്റ് ആണ്. എന്താണ് ഈ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ 2 സെക്സ് ഓർഗൻസ്, അതായത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ നമുക്ക് എവിടെ കാണാൻ കഴിയും? സെയിം ഇൻഡിവിജ്വൽ, ഒരേ ഇൻഡിവിജ്വലിനകത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയും? മെയിൽ സെക്സ് ഓർഗനും അതേപോലെ തന്നെ ഫീമെയിൽ സെക്സ് ഓർഗനും ഒരേ ഇൻഡിവിജ്വലിൽ കാണാൻ കഴിയുന്നതാണ് എന്ത് വിളിക്കുക? ഹെർമാഫ്രോഡൈറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇവരുടെ ഫെർട്ടിലൈസേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇവരുടെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. പോറിഫെറേന്റെ ഫെർട്ടിലൈസേഷൻ എന്താണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ക്ലിയർ ആണോ? അവരുടെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. അതേപോലെ ഇവരുടെ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, പോറിഫെറേന്റെ ഡെവലപ്മെന്റ് അത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. എന്താണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്? എന്താണ് ഇവിടെ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയോ? നമ്മുടെ ഹ്യൂമൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സാധാരണ എങ്ങനെയാ? സൈഗോട്ട് ഫോമായി, സൈഗോട്ട് എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഫീറ്റസ് കാര്യങ്ങളൊക്കെ കാണും. ആ ഫീറ്റസ് നമ്മുടെ അഡൽട്ട് ഫോമിനേക്കാളും ചെറിയ സൈസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, സ്മോളർ സൈസ് ആയിരിക്കും. നമ്മൾ പോറിഫെറേന്റെ കേസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയോ? പോറിഫെറേന്റെ കേസിൽ സൈഗോട്ട് എംബ്രിയോ വരും. ആ എംബ്രിയോന്ന് ഒരു ലാർവ സ്റ്റേജിലേക്കാണ് പോകുന്നത്. ആ ലാർവ സ്റ്റേജ് ഉണ്ടല്ലോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ആരെന്നറിയോ? കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം അഡൽട്ട് ഓർഗാൻസ് നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഒരു ഫോമാണ് ലാർവ സ്റ്റേജിൽ അവർ കാണിക്കുന്നത്. സോ അതിനെ കൊണ്ടാണ് നമ്മൾ പോറിഫെറേന്റെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? റെഡി ആണോ? ഇനി നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എന്ത്? നമ്മുടെ ഫൈലം പോറിഫെറ. Members of the phylum are commonly known as sponges. സോ എന്തുകൊണ്ടാണ് അവരെ സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത്? ഇവരുടെ ശരീരം നിറച്ചും പോസ് ആണുള്ളത്. അപ്പം ഈ പോസ് ഉള്ളതിനെ കൊണ്ട് അവർ എന്ത് അപ്പിയറൻസ് ആയിരിക്കും? സ്പോഞ്ചി അപ്പിയറൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത്. ഇവരെ നമുക്ക് മെറൈൻ ആയിട്ട് കാണുന്നത്, അതായത് മോസ്റ്റ്ലി ഇവരെന്താണ്? മെറൈൻ ആണ്. നമുക്ക് മെറൈനിൽ തന്നെ ഓഷ്യനിലും കാണാം, അതേപോലെ തന്നെ കടലിലും കാണാം. ഇവരെന്ത് ആനിമൽസ് ആണ്? എസിമെട്രിക് ആനിമൽസ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ സെൻട്രലിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ വരയ്ക്കുകയാണെങ്കിൽ ഏത് പ്ലെയിനും സെൻട്രൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്ത് തരത്തില്ല? ഈക്വൽ ഹാഫ് തരത്തില്ല. ഇപ്പൊ നമ്മൾ ഇതിന് ഇങ്ങനെ എടുത്തു മുറിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈക്വൽ ഹാഫ് കിട്ടത്തില്ല. ഇങ്ങനെ മുറിച്ചാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈക്വൽ ഹാഫ് കിട്ടത്തില്ല. അങ്ങനത്തെ ഓർഗാനിസത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസിമെട്രിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇവരെന്താണ്? ഇവർ പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ ആനിമൽസ്. പഴയ മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആണ് ആര്? നമ്മുടെ പോറിഫെറ. ഇവർക്കുള്ള ഓർഗനൈസേഷൻ എന്താ? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സെൽസ് മാത്രമേ ഇവർക്കുള്ളൂ. അതേപോലെ തന്നെ ഇവർക്ക് ഇവർക്കൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ആ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ പേരെന്താ? വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാണ് അതിന്റെ പേര്. സോ അതിൽ ഫുഡ് ഇതിലൂടെ എൻറ്റർ ചെയ്യുന്നത് മൈന്യൂട്ട് പോറായ ഓസ്റ്റിയ വഴിയാണ് ഫുഡ് എൻറ്റർ ചെയ്യുന്നത്. എന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്? സെൻട്രലി പ്ലേസ്ഡ് ആയ ക്യാവിറ്റി. ആ ക്യാവിറ്റിന്റെ പേരെന്താ? സ്പോഞ്ചോസിൽ. ആ സ്പോഞ്ചോസിലേക്കാണ് ഓസ്റ്റിയ വഴി കയറിയ ഫുഡ് എത്തുന്നത്. അവിടുന്ന് അവർ എങ്ങോട്ട് പോകുന്നു? അവരുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ റിമൂവ് ചെയ്യുന്ന ഓസ്കുലം വഴിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഒരു പാത്ത് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാണ്. അവരെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ഫുഡ് ഗ്യാദർ, ഡൈജഷൻ, പിന്നെ ഓക്സിജൻ എക്സ്ചേഞ്ച്, അതായത് റെസ്പിറേറ്ററി കാര്യങ്ങളൊക്കെ. ഇനി വേസ്റ്റിന്റെ റിമൂവൽ. ഓക്കെ, ഇനി നമ്മൾ പോറിഫെറേന്റെ ബോഡി വളർത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? കുവനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാസെൽസ്. ഓക്കെ, നമുക്ക് എന്ത് കാണാം? കുവനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാസെൽസ്. അതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഫിൽട്രേഷന്. അതേപോലെ തന്നെ ഈ കുവനോസൈറ്റ്സിന്റെ ബാക്കിലുള്ള ഫ്ലജെല്ല എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? അവരുടെ ശരീരത്തിലേക്ക് വെള്ളം കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓർമ്മ ഉണ്ടല്ലോ? ഓക്കെ, ഇവരുടെ ഡൈജഷൻ എന്താ? ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ ആണ്. ഡൈജഷൻ അവരുടെ സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? ഇവരുടെ ബോഡി നമ്മുടെ ഉണ്ടാക്കിയത് സ്പൈക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് ആണ്.
ഈ സ്പൈക്യൂൾസ് എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയത്? കാൽഷ്യം കാർബണേറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ സിലിക്കനെ കൊണ്ടോ. ഈ സ്പൈക്യൂൾസ് ആണ് അവർക്കൊരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ റിജിഡിറ്റിയും ഹാർഡ്നെസ്സും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ സ്പൈക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ഇവരുടെ സെക്സസ് എന്താ? സെപ്പറേറ്റ് അല്ല. നമുക്ക് സ്പേമും അതേപോലെ തന്നെ നമുക്ക് എഗ്ഗും, അതായത് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും നമുക്ക് എവിടെ കാണാം? സെയിം ഇൻഡിവിജ്വൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? ഹെർമാഫ്രോഡൈറ്റ്. സോ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മെയിൽ ഓർഗാൻസും ഫീമെയിൽ ഓർഗാൻസും നമുക്ക് സെയിം ഇൻഡിവിജ്വലിൽ കാണുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ഹെർമാഫ്രോഡൈറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇവരുടെ സ്പോഞ്ചസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് എസെക്ഷൽ ആയിട്ടും ഒന്ന് സെക്ഷൽ ആയിട്ടും. എസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്, അതായത് ഓരോ ഫ്രാഗ്മെന്റ്സും പുതിയ പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗാമേറ്റ്സിന്റെ ഫോർമേഷൻ വഴിയാണ്. ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്താണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതേപോലെ ഡെവലപ്മെന്റ് എന്താ? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇവർക്കുള്ളത്. കാരണം എന്താ? ഇവരുടെ ഒരു ലാർവ സ്റ്റേജ് ഉണ്ട്. ആ ലാർവ സ്റ്റേജ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം അഡൽട്ട്. അഡൽട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഫോമാണ് ഇവരുടെ ലാർവ. സോ അതിനെ കൊണ്ടാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇവരുടെ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ സൈക്കോൺ, ഇത് യൂസ്പോഞ്ചിയ, ഇത് ആണ് സ്പോഞ്ചില. ഓക്കെ, 3 എക്സാമ്പിളേ ഉള്ളൂ: സൈക്കൺ, യൂസ്പോഞ്ചിയ, സ്പോഞ്ചില. ഓക്കെ, സോ ഫൈലം പോറിഫറ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് താഴെ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.